ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 തുടങ്ങിയ അന്ന് മുതലേ അനുദിനം പ്രശ്നങ്ങളാണല്ലേ. 2025 പ്രശ്നമല്ല, അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ വിചിത്രമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വിവാഹ കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് സൗന്ദര്യത്തിനാണ് കേട്ടോ. സൗന്ദര്യം, തൊഴിലും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുടുംബ പാരമ്പര്യമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ വിവാഹ കമ്പോളത്തിൽ നമുക്ക് വിറ്റ് പോകുന്നത് ഗ്ലാമർ തന്നെയാണ്, സൗന്ദര്യത്തിൻ്റെ പേരിലാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ടൊരു കുട്ടി ഓർമ്മയില്ലായിരുന്നു, സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവ് ഉപേക്ഷിക്കുക മീൻസ് ഗൾഫിൽ പോയി ആ കുട്ടി ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കളറിൻ്റെ പേരിൽ അപമാനിച്ചതിൻ്റെ പേരിലുണ്ടായ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപാട് ബോഡി ഷേമിങ്ങിൻ്റെ പേരിലുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പുതിയതായിട്ട് വീണ്ടും ഒരു ഇൻസിഡൻ്റ് ആണ് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. സ്നേഹിച്ച് വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ അന്ന് രാത്രിയിൽ അവൻ തിരിച്ചറിയുന്നു പെണ്ണിന് സൗന്ദര്യമില്ല എന്ന്. ദിവസേന വീഡിയോ കോൾ ചെയ്യുകയും എൻഗേജ്മെൻറ്റ് നടത്തിയപ്പോഴും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. മാരേജ് ആയപ്പോൾ അവന് തോന്നി ഈ കുട്ടിക്ക് സൗന്ദര്യമില്ലെന്ന്. അത് മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിനോട് കള്ളത്തരം പറഞ്ഞ് വിരുന്നിന് പോവുകയാണെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നങ്ങാക്കി. എന്തൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, പത്തനംതിട്ടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ പയ്യൻ്റെ വീട്ടുകാർ പെൺകുട്ടിയെ വളരെയധികം അപമാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെൺകുട്ടി അല്ലെന്നും അത് പുരുഷനാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം നികൃഷ്ടമായ രീതിയിൽ അതിനെ അപമാനിച്ചു. പക്ഷേ ഈ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരുടെയും സംസാരം. എല്ലാവരും പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പെൺകുട്ടിയെ അറിയാവുന്നതും ഈ പയ്യനെ അറിയാവുന്നതുമായ കുറച്ച് ആളുകൾ, നമ്മളെ മറുനാടൻ ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടതും ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചതും. അപ്പോൾ അവരവിടുത്തെ ഏറ്റവും വലിയ സാമൂഹ്യ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പെൺകുട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ പയ്യനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മറുനാടൻ ന്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. കാര്യം ഈ പെൺകുട്ടിയെക്കുറിച്ച്, പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഏറ്റവും അറിയാവുന്ന ഒരു അയൽക്കാരൻ മറുനാടൻ ന്യൂസിനോട് പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു കാര്യം മാത്രം, സൗന്ദര്യത്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഈ പ്രേമിച്ച് നടന്ന സമയത്തും വീഡിയോ കോൾ ചെയ്ത സമയത്തും ഒന്നും നിനക്ക് അറിയില്ലായിരുന്നോ ഈ കുട്ടിക്ക് സൗന്ദര്യം കുറവാണെന്ന്? വിവാഹം കഴിച്ചതിന് ശേഷമാണോ നിനക്കത് മനസ്സിലായത്? ഓക്കെ, എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ പപ്പായ ഉണ്ടല്ലോ, നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് ആള് മരിച്ചിട്ട്. എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാ വീട്. ഇതിന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ 2-3 റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട്. അപ്പൊ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് അവധിക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോ മുതൽ ആലോചിച്ചു, ഈ കൊച്ചിനെ ഞാൻ അറിയുന്നതാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ഒരു വീട്ടിലേക്ക് ചെന്ന് കയറിയ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖം, അതായത് നേരം പുലർന്നപ്പോൾ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നൊരവസ്ഥ, അതും ഒരു തരത്തിൽ ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ തൻ്റെ ഭാഗത്തുള്ള തെറ്റ് മറച്ചു വെക്കാനായി എന്തെല്ലാമാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. ആ കുട്ടിയുടെ കുടുംബത്തെ എന്തുമാത്രമാണ് അപമാനിച്ചത്. കുട്ടിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ വേദന എന്തായിരിക്കും? ആ പെൺകുട്ടി ഇനി ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തെ ആഗ്രഹിക്കുമോ? കാര്യം അത്രമാത്രം നികൃഷ്ടമായ രീതിയിലുള്ള ആരോപണമാണ് ആ കുട്ടിയുടെ പേരിൽ അടിച്ചേൽപ്പിച്ചത്. എന്തായാലും ഈ പയ്യനെക്കുറിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഉണ്ട്, അതും കൂടെ കേട്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.
ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണാണ്. അതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ്. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമരുന്നും എല്ലാ സ്വഭാവം ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ ഐത്തലിൽ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാ. ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും അങ്ങനെ മയക്കുമരുന്നിന് അടിമയുള്ളവനാ. അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല, പെണ്ണ് അതായതാന്നൊക്കെ പറഞ്ഞ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. പെണ്ണിന് തള്ളയുമില്ല. തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ. ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ്. അവിടെ തള്ളയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവായാലും കേസ് കൊടുത്തവര്. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചാണ് കെട്ടി വെച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്നേ. അവൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? ഇവനെല്ലാം കരുതി കൂട്ടി. അവനെ കുറിച്ച് എല്ലാവരുടെ അഭിപ്രായം ഈ രീതിയിലാണ് കേട്ടോ. പക്ഷേ അവൻ്റെ ബന്ധുക്കളും അവൻ്റെ വീട്ടുകാരും മാത്രമാണ് അവൻ അനുകൂലമായി പറയുന്നത്, പെൺകുട്ടിയെ മോശമായി പറയുന്നത്. ബാക്കി എല്ലാ നാട്ടുകാരൊന്നടങ്കം അവന് തന്നെയാണ് കുറ്റം പറയുന്നത്. ഈ ഫാമിലിയെക്കുറിച്ച് പറയുന്നത് കേട്ടല്ലോ നമ്മൾ. കൊറോണ വന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് അതിവിടെ എത്തിച്ചത് ഇവരാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് നമുക്ക് ആ സമയത്തൊക്കെ നമ്മൾ മാപ്പും റോഡ് മാപ്പും ഒക്കെ ആയിട്ട് പോയിരുന്നു. ഓർമ്മയുണ്ടോ? ബേക്കറി കയറിയതും വന്ന വഴി എല്ലായിടവും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി ബിരുദന്മാരുണ്ട് കേട്ടോ. കാര്യം ഈ കല്യാണത്തിൻ്റെ പേരിൽ ജർമ്മനിയിലാണ്, ഇറ്റലിയിലാണ്, കാനഡയിലാണ്, അയർലൻഡിലാണ് എന്ന പേരിൽ വിവാഹ മാർക്കറ്റിൽ നല്ല പണമൊക്കെ ഏർപ്പാടാക്കിയതിന് ശേഷം വിവാഹം കഴിച്ച് ഒറ്റ മുങ്ങുക. ഇതിനകത്തൊരു പ്രീ പ്ലാൻഡ് ആണ് എന്ന് തോന്നാൻ കാരണം ഇവൻ വന്നു, മാരേജ് കഴിഞ്ഞു, പിറ്റേ ദിവസം തന്നെ ഇവൻ എങ്ങനെ തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെയായി, എങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെയായി, എമർജൻസി ആയിട്ട് എങ്ങനെ തിരിച്ച് പോകാൻ പറ്റി, അതിലൊക്കെ എന്തുണ്ട്. ഇതൊക്കെ ഒരു ഹിഡൻ അജണ്ടയാണ്. നേരത്തെ മുൻകൂട്ടി പ്ലാനാക്കിയ ഒരു പ്ലാൻ്റെ പുറത്തുള്ള കളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ ഒരു രാത്രിയിൽ പെട്ടെന്ന് സൗന്ദര്യം ഇല്ലാതാവുമോ? എന്തായാലും ഈ പയ്യൻ ഈ കുട്ടിയുടെ സഹോദരിക്ക് അയക്കുന്ന ഒരു ശബ്ദ സന്ദേശം കൂടിയുണ്ട്, ഒരു വാട്സപ്പ് മെസ്സേജ് കൂടെ ഉണ്ട്. അതുകൂടെ കേട്ടിട്ട് വരാം. അതിൽ പക്ഷേ ഇവൻ ആ പെൺകുട്ടിയെ ഈ മോശമായിട്ട് ഈ നാട്ടുകാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു വേർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു അപവാദം അല്ലെങ്കിൽ ഇങ്ങനൊരു ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ആ പയ്യൻ പറഞ്ഞ വാട്സപ്പ് സന്ദേശവും കൂടെ നമുക്ക് കേട്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാം. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ എന്നെ കൊണ്ടുവിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പനോട് ചോദിക്കുന്നത് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാല് അവക്ക് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. അവൻ പറയുന്നത് അവൻ വീഡിയോ കോൾ ചെയ്തപ്പോഴും അവൻ സംസാരിച്ചപ്പോഴും ഉണ്ടായിരുന്ന പെൺകുട്ടി അല്ല ഇത്. അപ്പോൾ അവന് തോന്നിയ സൗന്ദര്യം ഇല്ലായിരുന്നു വിവാഹത്തിന് ശേഷം ഈ കുട്ടിയെ കണ്ടപ്പോൾ. ഇതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണ്? അവൻ എന്താണ് അപ്പോൾ അതിൽ കണ്ടത്? ഇപ്പോൾ പുറത്ത് വരുന്ന ന്യൂസ് ഇവൻ ആ കുട്ടിയെ ഇവൻ്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കഥ പറയുന്നതെന്നും ഇവൻ ആ കുട്ടിയെ ശാരീരികമായി വളരെയധികം ഉപദ്രവിച്ചു എന്നും അതിൽ മനന്നൊന്നിട്ട് അതിൻ്റെ പേരിലുള്ള ഒരു ഇതാണ് ഇവൻ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. നമ്മുടെ മറുനാടൻ ന്യൂസിൽ കൺക്ലൂഷനായിട്ട് സാർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു വിവാഹ ദിവസം, വിവാഹത്തിന് അന്ന് രാത്രി വരെ ഉണ്ടായിരുന്ന സൗന്ദര്യം വിവാഹത്തിന് അന്ന് രാത്രി ഒരു സമയം കൊണ്ട് മാത്രം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്കറിയേണ്ടത്. അതുപോലെ എന്താണ് ഇവൻ ഈ സൗന്ദര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിറമാണോ?
അതോ മുടിയാണോ? എന്താണ് ഈ ഗ്ലാമറിൻ്റെ അർത്ഥം? എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ കറുത്ത കുട്ടികളായാലും മുടിയില്ലാത്ത കുട്ടികളായാലും കനം കുറഞ്ഞ കുട്ടികളായാലും കനം കൂടിയ കുട്ടികളായാലും ഇവർക്കൊക്കെ അവരുടേതായ ഭംഗിയില്ലേ? ഇയാൾ പറയുന്നുണ്ട് അവൾക്ക് അവളുടേതായ ഭംഗിയുണ്ട്, അത് അവൾ പറയുന്നത്. പക്ഷെ എനിക്ക് വേണ്ടുന്ന ഭംഗി ഇതല്ല. പിന്നെ എന്ത് ഭംഗിയാണ് വേണ്ടുന്നത്? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഭഗവാന്റെ ദൈവത്തിൻ്റെ അടുത്ത് പറയാം, നമുക്ക് നിങ്ങൾ ജനിപ്പിക്കുമ്പം ഇന്ന ആൾക്ക് ഇന്ന വരൻ ഇതേപോലുള്ള സുന്ദരിയായ കുട്ടിയെ കൊടുക്കുക. അത് നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ രീതി, നമ്മുടെ ആഹാര രീതി, നമ്മുടെ ഹെൽത്ത്, അതൊക്കെ അനുസരിച്ചാണ് ഓരോരുത്തരുടെ ഗ്ലാമർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സൗന്ദര്യമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ആ സ്നേഹവും സന്തോഷവും ആ ഒരു നല്ലൊരു ജീവിതമൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഗ്ലാമറിൻ്റെ പുറകെ പോകുന്നവർ പറഞ്ഞല്ലോ, ഒരു തുള്ളി വെള്ളം വീണാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം വീണാൽ തീരാവുന്ന ഗ്ലാമറേ ഉള്ളൂ അവിടെ. എന്താണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എനിക്കും 2 പെൺകുട്ടികളുണ്ട്. ഈ കാലഘട്ടം എങ്ങോട്ട് പോകുന്നു എന്ന്, എന്തായി തീരുമെന്നും ഒരു തരത്തിലുള്ള അറിവുമില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും ഇത് കേസായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നമുക്കന്നേരം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായി, ഇയാളെ തിരിച്ച് വിളിപ്പിക്കുമെന്നും അതുപോലെ തന്നെ തിരുമേനി ഇത് വലിയൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, മീൻസ് തിരുമേനി, കത്തോലിക്ക, അങ്ങനെ എന്തോ ഒരു അങ്ങനെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. അപ്പോൾ അവരെ തന്നെ, അവരുടെ സഭ തന്നെ വരെ തിരിച്ച് വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഉടനടി തന്നെ ഇത് തെളിയണം. കാര്യം ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ച് കളിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അതും മാരേജ് ചെയ്തത്. ഇപ്പോൾ ഒളിച്ചോടി പോയതോ ഇറങ്ങി ചെന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അവരുടെ മതാചാര പ്രകാരം നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് വിട്ടൊരു പെൺകുട്ടി പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനെന്തായാലും അവരുടെ ഫാമിലി മെമ്പേഴ്സും സഫയും ഒക്കെ ഇടപെട്ട് നല്ലൊരു തീരുമാനത്തിലെത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇങ്ങനെയുള്ള ബിരുദന്മാരെ സൂക്ഷിക്കണം കേട്ടോ. വിവാഹ തട്ടിപ്പ് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ബിരുദന്മാരെ മാക്സിമം സൂക്ഷിക്കുക. പെൺകുട്ടികളെ വളരെ ബോൾഡായിട്ട് വളർത്തുക. എന്തായാലും ഈ കുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തകളിലേക്കൊന്നും പോകാതെ ഇവരില്ലെങ്കിൽ മറ്റൊരുത്തരെന്ന് ചിന്തിച്ച് ഈ കുട്ടി നല്ല സാലറിയൊക്കെ വാങ്ങി ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്. അതായത് ഒരു നാട്ടിൻപുറത്തുകാരി കുട്ടിയൊന്നും അല്ല, നല്ല മോസ്റ്റ് മോഡേണായിട്ടൊക്കെ നടക്കുന്ന ഒരു കുട്ടി തന്നെയാണിത്. ഏത് രീതിയിലാണ് സൗന്ദര്യമില്ലാത്തതെന്നാണ് ഇവൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.